മോളെ, നിന്നെ പഠിപ്പിച്ച് ഒരു MA കാരിയാക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. അതിന് നീ കൂടി ഒന്ന് മനസ്സ് വയ്ക്കണം. മോക്കറിയാലോ, അച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മോളെ ഒരു IAS കാരനെ കൊണ്ട് കെട്ടിക്കുക എന്നുള്ളത്. ഒരു 10ാം ക്ലാസ്സെങ്കിലും പാസ്സാകാതെ ആരെങ്കിലും വരൂ? എന്റെ അമ്മോ, 10ാം ക്ലാസ് പാസ്സായ പിന്നെ IAS കാരുടെ ക്യൂ ആയിരിക്കും. നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ പറയാനുള്ളത് ഞാൻ ഇനി പഠിക്കുന്നില്ല ചാ. സ്കൂളിൽ ചെന്ന കുട്ടികളൊക്കെ എന്നെ കളിയാക്കുന്നു. അതുകൊണ്ടല്ലേ അച്ഛൻ മോളെ കോളേജിലേക്ക് മാറ്റിയത്. ഇനി ആരും കളിയാക്കില്ല. അതിന് ഞാൻ എന്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വിറ്റു. അതിന് അച്ഛൻ പുതിയ പുസ്തകങ്ങൾ വാങ്ങിച്ചു തരാം. മോള് നാളെ തന്നെ പോണം. അങ്ങനെ ഭീമസേനൻ കല്യാണ സൗഗന്ധി പൂ പറിക്കാനായിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. കാടും പടലും അടിച്ചു വൃത്തിയാക്കിക്കൊണ്ട് അങ്ങനെ നടക്കുമ്പോ ഒരു വയസ്സം കുരങ്ങൻ വഴി മുടക്കിക്കൊണ്ട് അങ്ങനെ കിടക്കുന്നു. എന്തിനാ? ഭീമനെ പരീക്ഷിക്കാനായി. സോറി സോറി. എന്നിട്ട് സാർ പരീക്ഷിക്കാനായി? എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ പങ്കില മാനസർ കാണുകില്ലേ. ഹേയ്, എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ പങ്കില മാനസർ കാണുകില്ലേ. ഹേയ്, എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ. ചന്ദ്രിക ഇത് ലോകല്ലേ? നമ്മളിങ്ങനെ ഒളിച്ചോടി പോകാൻ പറ്റുമോ? നാട്ടുകാർ നമ്മൾ ഭീമന്റെ കഥയല്ലേ പറഞ്ഞു വന്നത്? അതെ, അതെനിക്കറിയാം. ഭീമൻ നിന്റെ വല്യമ്മയുടെ മോനൊന്നല്ലോ. ഇരിക്കടാ കാശുവണ്ടി മോറൻ. അങ്ങനെ ഭീമനെ പറ്റിക്കാനായി ഹനുമാൻ ഒരു കുരങ്ങന്റെ വേഷത്തില് തന്റെ നരച്ച വാലും നീട്ടി ഭീമന് വഴിമുടക്കിയായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. ആട്ടെ, ഭീമൻ എന്തിനാ കാട്ടിപ്പോയത്? പൂ പറിക്കാൻ. ഏത് പൂവ്? കല്യാണ സൗഗന്ധിക പൂ. പൂ പറിക്കാൻ ഭീമൻ ഒറ്റയ്ക്കാണോ പോയത്, അതോ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അറിയില്ല. അറിയില്ല. ഇവിടെ അറിയോ? ആർക്കും അറിയില്ല. എന്നാ കവിത പറയൂ. കവിത ഞാൻ പറയണോ? കാനന ചായയിലടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമങ്കി. സൈലൻസ് സൈലൻസ്. ഇതെന്താ ക്ലാസ് റൂമോ അത് ചന്തപ്പരയോ? ശരിയായിട്ടുള്ള ഉത്തരം പറയൂ കുട്ടി. പൂ പറിക്കാൻ പോയപ്പോ ഒറ്റയ്ക്കാണോ പോയത്, അതോ തോഴിമാരാരെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു മാഷേ. ആരാ? സിന്ധു സുമതി ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. കറക്റ്റ്. എന്താ മാഷേ, അല്ല പെണ്ണ് കാണാൻ പോണ്ടോ? മാഷേ, ഞാന് എന്റെ ഒരു സഹപ്രവർത്തകൻ എന്തോ നസ്രാണി മലയാള മാഷ. അയാൾ അച്ഛൻ കെട്ടി തൂങ്ങി ചത്ത്. അതിന്റെ 16 അടിയന്തരത്തിന് പോവുക. എന്തേ പോരണോ? ഇയാൾ വല്ല വളിപ്പം പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ കിടന്നിട്ട് ബെല്ലടിച്ചു പോയ. മാഷേ, എനിക്കൊരെണ്ണം കൊണ്ട് തരൂ. അനക്ക് വേണേ എന്നോട് ചോദിച്ചൂടെ, ഞാൻ കൊണ്ടുതരല്ലേ. ഇയാളിപ്പോ എന്താ കൊണ്ടുകൊടുക്കാൻ പോണത്? ആ കുട്ടി എന്താ ചോദിച്ചാൽ അത്. ആ കുട്ടി എന്താ ചോദിച്ചാ പറ. ഇയാളെന്തിനാ വെറുതെ വാളും കൊണ്ട്? കുട്ടിക്ക് എന്താ വേണ്ടത് എന്നോട് പറയും. എത്ര വേണേ ഞാൻ തരാം. കല്യാണപ്പൂ. എന്താ മാഷേ? കല്യാണപ്പൂ അല്ല കുട്ടി, കല്യാണ സൗഗന്ധിക പൂ. മാഷേ, എനിക്കൊരെണ്ണം കൊണ്ട് തരൂ. തരാലോ. ആ കല്യാണപ്പൂവോ? എത്ര വേണം? വേണമെങ്കിൽ 1 or 2 ചാക്കി അങ്ങോട്ട് തരാം. കല്യാണപ്പൂവാ? ആ, താൻ കൊണ്ടുവന്ന് കൊടുക്കുവോ? ആ, ഇത് കല്ലുമ്മക്കായ ഒന്നല്ല, കല്ലായി പാലത്തിന്റെ അടിയിൽ നിന്ന് പെറുക്കെടുക്കാനായിട്ട്. അതിനെങ്ങനെ വല്ല വിവരം വേണ്ടേ? ഖുറാനോ ബൈബിളോ എന്തെങ്കിലും വായിച്ച് ശീലിക്കണ്ടേ? ഇത് മലയാളത്തിലുള്ള സംശയ, അത് ഞാൻ നോക്കിക്കോളാം. കണക്കിൽ എന്തെങ്കിലും വരുമ്പോ താൻ ഇടപെട്ടാ മതി. ഇതിൽ കയറി ഇടപെടണത് എനിക്കിഷ്ടല്ല. ഇയാൾക്ക് സൂക്കേട് മറ്റേ കുട്ടി. കുട്ടി ചോദിച്ചോളൂ, വേറെ പൂ വല്ലതും വേണോ? കല്യാണ സൗഗന്ധിപ്പൂ മാത്രമൊന്നുമല്ല, ചെമ്പരത്തിയോ ജമന്തിയോ ചെണ്ടുമല്ലിയോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പൂവോ പൈനാപ്പിളിന്റെ പൂവോ എന്താ വേണ്ട വെച്ചാ പറഞ്ഞോളൂ, എടുത്തോണ്ടിരാ. കുറെ പൂവിന്റെ പേര് ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പറഞ്ഞുകൊണ്ടൊന്നും മലയാളം വിദ്വാനാകാൻ പോകുന്നില്ല. കുറച്ച് പെരുക്കപ്പെട്ടിയ കാണാപ്പാടം പഠിച്ചുകൊണ്ടൊന്നും കുട്ടികളെ ആകർഷിക്കാൻ പറ്റില്ല മാഷെ. കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കണ്ട, പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാ അത് ഞാൻ കൊണ്ടുവന്ന് തരാം.
മുല്ലപ്പൂവാ ഇഷ്ടം. സത്യം പറഞ്ഞാൽ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. പോരെ സൗഗന്ധിക പൂവ് ഉളുപ്പുണ്ട് കാക്കങ്ങൾക്ക് 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങള് ഇനി പോയി അവിടുന്ന് സരി ഗമ പദ നിസ സാനി ധ പ മഗരേ സരി. എന്റെ കൃഷ്ണാബായി ഇതുപോലെ ആയിരിക്കും. എന്ത് ചെയ്യാ? खुदा को प्यार हो गया. रे रे ग ग म म रे रे ग ग म म प प ग ग म म प प ध ध म म प प ध ध नि नि प प ध ध नि नि स स सा सा नि नि ध ध प प नि नि ध ध प प म म ध ध प प म म ग ग प प म म ग ग रे रे. രക്ഷപ്പെട്ടു. എന്താ മാഷ തർക്കിച്ചു നോക്കുന്നേ? ഒന്നുമില്ല, എന്നെ മുമ്പ് കണ്ട മാതിരാ? ഇപ്പൊ ചെറിയ ചേഞ്ച് ഒക്കെ അല്ലേ? മേക്കുമ്പോ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ട്. ഏതാണ്ട് പുലിക്കളിക്ക് മേക്കപ്പ് ചെയ്ത പോലെയാ. ആ തമ്പുരാട്ടി എഴുന്നള്ളില്ലോ. എന്താണ് മീരാബായി, രാവിലെ എണീറ്റാല് ഒരു കപ്പ് കാപ്പി തരാൻ ആളില്ല. തോന്നുമ്പോ വരാനും പോകാനും എന്താ സർക്കാർ ഓഫീസറ്റാ? മാസം കൂടുമ്പോ ശമ്പളം എണ്ണി തരുന്നില്ലേ? ആഹാ, നിങ്ങൾ തരുന്ന ഉലുവയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. അതെന്താ മാഷെ, നിങ്ങൾ കൊടുക്കുന്നത് കള്ളനോട്ടാണോ? മാഷി മിണ്ടാതിരി. ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ബോംബെയിലായിരുന്നപ്പോ എന്റെ കൃഷ്ണാബായി. ബോംബെയിലെ കിതാബ് തുറക്കണ്ട, അതോടെ നിർത്തിക്കാളി. കുറെ കാലായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അല്ല, നിങ്ങൾ എന്തിനപ്പ ഈ ഒച്ചയും ബഹളമൊക്കെ കൂട്ടണേ? ഒരു ഗ്ലാസ് ചായ. ചായക്കാ? ആ. ഞാൻ ഇന്നലെ ഇവിടുന്ന് പോകുമ്പോ ഒരു ബക്കറ്റ് ചായ തിളപ്പിച്ചു വെച്ചിട്ടല്ലേ പോയത്. ആ എന്നാ ഗുസ്തി പണ്ടാറക്കാലന് ആ ചായ മുഴുവനും ആ പാവം കുടിക്കാൻ വഴിയില്ല. ഇയാളെ കാണുമ്പോൾ എനിക്ക് മനസ്സമാധാനക്കേട്. എന്റെ ദൈവമേ, എന്തൊരു സാധനപ്പ ഇത്. എടോ ഉതുപ്പേ, 2 കിലോ അരിയിൽ ഇത്രയും കല്ലുണ്ടെങ്കിൽ 1 ചാക്ക് അരിയിൽ എത്ര കിലോ കല്ല് കാണും? ആ ഇരിങ്ങാലക്കുടക്കാരൻ നസ്രാണി മാഷില്ലേ, അയാളുടെ മൂത്രത്തിൽ അപ്പടി കല്ല. അപ്പൊ മൂത്രത്തിലെ കല്ല് ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ടോ? എങ്കിൽ അരിയിലെ കല്ലിൽ നിന്നും മൂത്രത്തിലെ കല്ല് കിഴിക്കണം. എടോ, തന്റെ വളിപ്പ് കേൾക്കാനല്ല ഞാൻ വന്നത്. ഇങ്ങനെ കച്ചവടം ചെയ്താൽ താൻ ദുബായിക്കൊന്നും പോണ്ടി വരില്ല. അല്ലെങ്കിലും ഇപ്പൊ ദുബായി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എന്നാ താനെന്താണ്ട് ഈ കള്ളന്മാരെ നോക്കണ മാതിരി നോക്കണത്? അതെ, സ്വന്തം കയ്യിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാ. എന്റെ കയ്യിൽ ഇപ്പൊ താൻ നോക്കണ്ട, താൻ സാധനങ്ങൾ എടുക്ക്, എനിക്ക് പോണം. അല്ല പിന്നെ മാഷേ, മാഷ്. ഔ. എന്റെ മാഷേ, മാഷെ ഒന്ന് തനിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? എന്തിനാ? എനിക്ക് മാഷോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ശ്ശോ, ആരെങ്കിലും കണ്ടാ വെറുതെ ഇല്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കും. മാഷിന് ബുദ്ധിമുട്ടാവോ? ഇല്ല. ചിലപ്പം ബുദ്ധിമുട്ടായാലോ? പിന്നെ നീ ഒന്നും പറയരുത്. ഇല്ല. അയ്യേ മാഷേ,
ആരുമില്ല മാഷേ. ആ. ആരുമില്ല മാഷേ. വായിച്ചു നോക്കൂ. മാഘമാസം. ഇതെന്താ കവിത? കവിതയോ? ആ പിന്നെ മാഷെന്താ വിചാരിച്ചേ? അല്ല ഞാൻ വിചാരിച്ച പിന്നെ എന്താ വിചാരിക്ക, അല്ല ഞാൻ ഒന്നും വിചാരിച്ചില്ല. കുട്ടി കവിത എഴുതുവോ? ഞാനിതൊരു പഴയ വീക്കിൽ നിന്ന് പകർത്തിയതാ. മാഷ് എനിക്കിതൊന്ന് ട്യൂൺ ചെയ്ത് തരുമോ? നവസാക്ഷരരുടെ സംഗമത്തിന് പാടാനാ. തരൂ മാഷേ. പോട്ടെ. എനിക്ക് വലിയ ഇഷ്ടാ. ഇത്തവണ നാളികേരം വളരെ കുറവാണല്ലോ രാവുണ്ണി. നാളികേരം എണ്ണക്കുരുവായി അംഗീകരിച്ചോണ്ട് ഉള്ളതിന് നല്ല വില കിട്ടും. നടക്കാല്ലപ്പാ ഇവൻ യൂണിയൻ ഏതാണെന്നും പറഞ്ഞ് പയ്യെ ഇറങ്ങി വേഗം പോടാ, വേഗം കൊടുത്ത് ഇടാവേ. ഇങ്ങനെ പോയാൽ എവിടെ ചെന്നാ എത്തുക? ഇങ്ങനെ പോയാൽ നേരെ കൊപ്രാവിലി ചെന്നെത്തും. അതല്ലടോ പറഞ്ഞത്. സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. അല്ല അവിടുന്ന് കിട്ടി വാടകയോടെ? ഉയ്യോ, ആ കാര്യം ഞാൻ പറയാൻ തുടങ്ങിയായിരുന്നു. ആ മാഷുമാരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്ന പരിപാടി നടപ്പില്ല. എന്നാ പിന്നെ അവരെ ഇറക്കി വിട്ടാരേ. അങ്ങനെയത് നമ്മുടെ മോളെ കോളേജിൽ പഠിക്കുന്ന മാഷുമാരല്ലേ. ഒരു വിദ്യ ചെയ്യാ, 3 മാഷുമാരില്ലേ, അവരെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി ഓരോ വിഷയത്തിനും പ്രത്യേകം ട്യൂഷൻ എടുപ്പിക്കാം. അപ്പൊ നമ്മുടെ കാശ് പോരുകയും ചെയ്യും, മോള് പാസ്സാകുകയും ചെയ്യും. അത് കൊള്ളാം. രാവുണ്ണി, ഈ ചെറുപ്പക്കാര് മാഷന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി ട്യൂഷൻ എടുപ്പിക്കാന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ മോളെ അങ്ങോട്ട് പറഞ്ഞയച്ചേരെ. നീ വല്ലതും പറഞ്ഞോ? ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലമാണ്. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. പെണ്ണുങ്ങളൊക്കെ ഉള്ളതാണ്. നിന്റെ ഒരു കണ്ണ് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. വരനെ ആവശ്യമുണ്ട്. സുന്ദരിയും സുശീലയുമായ പെൺകുട്ടിക്ക് 18 വയസ്സ് അശ്വതി നക്ഷത്രം. സുന്ദരനും സൽസ്വഭാവിയുമായ വരനെ ആവശ്യമുണ്ട്. ഇത് നമ്മുടെ ഭരതൻ പിള്ളയുടെ മോളുടെ കാര്യല്ലേ? ഞാനിത് രാവിലെ തുടങ്ങിയല്ലോ ഉണങ്ങിയ ചൂടും വെച്ചിട്ട് ഡൈയൊക്കെ മൂക്കുമലായിരുന്നു. ശരി, ആകെ തെറ്റി. ഈ സംഗീതം എന്നൊക്കെ പറയണത് ഒരു ജന്മവാസനയാ. ആ ലതാ മങ്കേഷ്കറെ മോനല്ലേ മൂപ്പര്. നിങ്ങളോടൊക്കെ സംഗീതത്തെ പറ്റി പറയുന്നത് പോത്തിന്റെ ചെവിയിൽ വേദം ഓതണ പോലെയാ. ഞാനും ഇത് കുറെ നാളായി കേക്കണേ. ആരോടോ ഈ പോത്തിന്റെ ചെവിട്ടില് വേദം? ഇത് ഏത് കിഴങ്ങനാ? അപ്പൊ പോത്തോ ആയിരിക്കണോ? ആ പോത്തും സംഗീതമൊക്കെ അവിടെ നിക്കട്ടെ. ഇതൊന്ന് വായിച്ച്. ഓണത്തിന്റെ ഇടയിലാണോ മാഷേ പൂട്ടുകച്ചവടം? എന്താ ഓണത്തിന്റെ ഇടയിൽ പൂട്ടുകച്ചവടം നടത്താൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല. വിട്ടു തന്നുണ്ടെങ്കിൽ ഓണായാലും വിഷുവായാലും പെരുന്നാളായാലും ഓക്കെ. അതല്ല മാഷെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മാഷ് വെറുതെ തോക്കിന്റെ ഇടയ്ക്ക് കയറി വെടിവെക്കാൻ. ആരാ വെടിവെച്ചേ? എടോ, നിങ്ങൾ ഇയാൾ രാവിലെ തുടങ്ങി കൊല്ലിയ രാവും കൊണ്ട് അതെ, ഈ തോക്കും മറ്റതൊക്കെ എടുത്തൊരു ഭാഗത്ത് മാറ്റി വെക്കി. നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ കഴിയേണ്ടവരല്ലേ? ഏതൊരു കവി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ടാഗോർ ആണെങ്കിൽ എനിക്കറിയാലോ. ആ ടാഗോർ മൂപ്പർ അമ്മോനാണല്ലോ. കവി എന്താ പറഞ്ഞേ? ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമ്യം കിടക്കാന്ന്. ഒരുമുള്ള ആരെങ്കിലും ഒലക്കപ്പുറത്ത് കിടക്കുന്ന മാഷ് കണ്ടിട്ടുണ്ടോ? പറഞ്ഞു കൊടുക്കി. നിങ്ങളാണ് ഉദാഹരണം പറഞ്ഞത്. ഒരുമുള്ളെങ്കിൽ എങ്ങനെ മാഷ ഒലക്കപ്പുറത്ത് കിടക്കുക? ഒലക്ക് വീതി ഉണ്ടെങ്കിൽ കിടന്നു. ഒലക്കല്ല കിടക്ക. കുറെ കാലം ഈ തൊല്ല് ഉദാഹരണം കൊണ്ട് കിടക്കണേ. ഞങ്ങൾക്ക് വസൂരിതീനാന്ന് പറയട്ടാ. ഗണപതി മാസം ഞങ്ങളെ യുക്തി പോലെ എന്തെങ്കിലും. അല്ല രാവുണ്ണിയോ? അല്ല മറ്റവർ രണ്ടുപേരും എന്ത് ചെയ്യും? അവര് പിന്നെ നല്ല സുഖമില്ല, കിടപ്പാ. എന്താ സുഖം? വസൂരിയ കൂടിയ സൈസാ. അയ്യോ, അപ്പൊ ഞാൻ വന്ന കാര്യം നടക്കില്ലല്ലോ. അത് പിന്നെ വാടകയുടെ കാര്യമല്ല, അതങ്ങോട്ട് എത്തിക്കാം. അതല്ലെന്നേ, ഭരതൻ മുതലാളിയുടെ മകള് കവിതയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാ, ട്യൂഷൻ എടുക്കാൻ. അല്ല രാവിലെ വന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് വസൂരിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു തന്നെ മാഷെ? നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? ഞാൻ വാടക വാങ്ങിച്ചാൽ വന്നാന്ന് വിചാരിച്ചു. കുട്ടികളെ പഠിപ്പിക്കുന്ന ആളല്ലേ, എന്നിട്ട് ഇങ്ങനെ നുണ പറയാ? ഞങ്ങൾക്ക് വസൂരി ഒന്നും ഇല്ല കേട്ടോ. വേണമെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചെന്ന്. ഇനി മുതൽ വാടക വേണ്ടെന്നും പകരം ട്യൂഷൻ എടുത്താൽ മതി മുതലാളി പറഞ്ഞു. ശരി, അപ്പൊ ഞാൻ പോട്ടെ. ഒരുമാതിരി മനുഷ്യനെ വടിയാക്കണ പരിപാടി ഉണ്ടല്ലോ. ഈ അവിഞ്ഞ വർത്താനം വേണ്ട. മേലിൽ ആര് വാടക വെച്ചു വന്നാലും ഞങ്ങൾക്ക് വസൂരി തന്നെ പറഞ്ഞേക്ക്. അതെ, പട്ടര ഞാൻ കൂടെ താമസിപ്പിച്ചാൻ തീരുമാനിച്ചതാ. എവിടെ? മാഷേ, ചായ കൊള്ളാമോ മാഷേ? കൊള്ളാം മാഷേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ
പറയാൻ മടിക്കണ്ട മാഷെ, ഞാൻ പോട്ടെ. പൊക്കോളൂട്ടോ. കണ്ണു വേണോന്ന് മുതലാളി പറഞ്ഞത് വെറുതെ അല്ല. മാഷ് മാഷ് വന്നിട്ട് കുറഞ്ഞേരായോ? ഏയ് ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നാ നമുക്ക് മുറിയിലേക്ക് പോവാം. ഓ, ഏത് ഭാഗത്തായിട്ടായിരിക്കും മുറി? ദാ അവിടെ. അവിടെയാ? നടന്നോളൂ നടന്നോളൂ. നടന്നോളൂ. ശല്യൊന്നും ഉണ്ടാവില്ല അവിടെ? എവിടെയാ? ദാ ഇവിടെ. ഓ ഓ. തുടങ്ങാം. മാഷ് പൂച്ച കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ കൈ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്താണെന്ന് അറിയില്ല. മാഷ് ഡ്രിങ്ക്സ് കഴിക്കൂ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, തലേദിവസം രാത്രി മദ്യപിച്ച് കിടക്കുന്നവർക്കേ പിറ്റേ ദിവസം രാവിലെ കൈ വിറയ്ക്കുന്ന അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യം പറയാലോ കവിതേ, ഇത് പൂച്ചേനെ കൊന്നിട്ടും ഡ്രിങ്ക്സ് കഴിച്ചിട്ടൊന്നുള്ള പറയല്ല. ഒറ്റയ്ക്കൊരു മുറിയിൽ ഞാനും കുട്ടിയും മാത്രമായപ്പോ എന്റെ അടിത്തട്ടിന്ന് വന്നിട്ടുള്ള ഒരു പറയാത്. അയ്യോ മാഷ്. നമുക്ക് എന്തെങ്കിലും കുറച്ച് തുടങ്ങാം. എന്തെങ്കിലും തുടങ്ങാം. എന്താ? അല്ല, ക്ലാസ് തുടങ്ങാന്ന് പറയാ. ആ, തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, പതാനിസ മുഷ്കരനല്ല ഞാൻ. പശീലേ. എന്നാ കൂട്ടറത്ത് എഴുതിക്കോളൂ. കൂട്ടറത്ത് എഴുതാൻ നല്ല സുഖാണേ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, മുക്തശീലേ. അല്ല, മുക്തശീല എന്ന് വെച്ചാ? മുക്ത എന്ന് വെച്ചാ നല്ലതെന്നർത്ഥം. ശീല, മുക്തശീല എന്ന് വെച്ചാ ഷട്ടിന്റെ തുണിയാവാം, അല്ലെങ്കിൽ തുണി തന്നെ. നല്ല തുണി. നല്ല തുണി. അയ്യോ, അയ്യോ, എന്തിനാ കഥ കളിച്ചത്? കുട്ടി പറഞ്ഞോണ്ടാ? ആ, എന്താണ് അവിടെ കിടന്ന് പരിക്കുന്നത്? അകത്ത് ട്യൂഷൻ നടക്കണ്ടേ? അതിനെന്തിനാ ഈ കഥ കടച്ചിട്ടിരിക്കുന്നത്? കണ്ണ് മുതലാളി നള്ളി പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ വീട്ടിലുള്ളപ്പോ ഒരു കണ്ണ് വേണോന്ന് മുതലാളിയല്ലേ എന്നോട് പറഞ്ഞത്. പൊട്ടി, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ട്യൂഷൻ കൊടുക്കുമ്പോ നിന്നോട് കഥ കിടക്കാൻ ആരാണ് വന്നത്? ഇവിടെ നിന്നെ വിശ്വസിക്കാൻ എങ്ങനെ പുറത്തു പോണത്? നിന്നെ കാര്യസ്ഥനാക്കി എന്നെ വേണം അടിക്കാൻ. പട്ടി, തെണ്ടി, എരപ്പേ. ഈ പറഞ്ഞ തെറിയുടെ ഉടമസ്ഥ മുഴുവൻ താനാ. എന്ത്?